അങ്ങനെ ഒരു അവസ്ഥ. ഇത്രയും സന്തോഷായിട്ട് ഞാനൊരു PSC എഴുതിയിട്ടില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പക്ഷെ ഇത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാ നിങ്ങടെ. ഇങ്ങനെ വേണം താങ്ക് യു സോ മച്ച്. പറഞ്ഞ് അതെ. നിർത്തിയതാണ്. പക്ഷെ അതേ ക്വസ്റ്റ്യൻ തന്നെ പേപ്പറിൽ വന്നപ്പോ പക്ഷെ എന്താ പറയാ, വന്ന സന്തോഷം എന്താന്ന് പറയോ, കറക്റ്റ് മാം നിങ്ങളെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എജ്യൂസിന്റെ പേപ്പറാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൊക്കോളാം. കറക്റ്റ് പേപ്പർ പറഞ്ഞപ്പോ എജ്യൂസ് അക്കാഡമി ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇരുന്നു. എനിക്ക് സന്തോഷം വന്നു, കണ്ണീര് വരെ വന്നു. ഒരു കോച്ചിങ്ങിനും പോവാണ്ട് എടുത്ത് ആദ്യമായിട്ട് ഞാനൊരു കോച്ചിങ്ങിന് കയറി. ആദ്യമായിട്ട് എഴുതണ PSC അങ്ങനെ എഴുതണ PSC. പക്ഷെ ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആകെ നമ്മള് കുറച്ച് നാളായില്ല ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ ജോലിക്ക് പോണ കാരണം എനിക്ക് ഇതൊന്നും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാനിപ്പോ ഈ പരീക്ഷ തുടങ്ങിയ ഒരു 10-25 ദിവസമായിട്ട് ബുക്ക് എടുക്കലും നോട്ടുകളും നോക്കലും അങ്ങനെ ഇങ്ങനെ ആയിട്ട് ആ 10-25 ദിവസത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഓരോ ദിവസം ഓരോ സബ്ജക്ട് നമുക്ക് ഇത് തന്നിരുന്നില്ല, പഠിക്കാൻ പറഞ്ഞിട്ടും എക്സാം ആയിട്ടും. അത്രയും ഇതിൽ ഞാൻ എടുത്ത എഫേർട്ടിന് ഇത്രയും എനിക്ക് മാർക്ക് കിട്ടിയെങ്കിൽ ഞാനിപ്പോ ആലോചിക്കാം, അന്നൊട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഒന്നെനിക്ക് റാങ്ക് ലിസ്റ്റിലെങ്കിലും കയറാൻ പറ്റിയായിരുന്നു. നമ്മളപ്പോ ഒരു റാങ്ക് ലിസ്റ്റിൽ എന്തായാലും കയറിയാണ്. അല്ല, ഇനി എക്സാമുകൾ അടുത്തടുത്ത് വരണേന്ന് എന്റെ പ്രാർത്ഥന. എനിക്കിപ്പോ ഒരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ എന്തായാലും ജോസ്മിക്ക് ബെസ്റ്റ് വിഷസ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ലാസ്റ്റ് വരെ. ഇനിയുള്ള എക്സാം ഒക്കെ സ്കോർ ചെയ്ത് അടിപൊളിയായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ കേട്ടോ.